ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. അടുത്തയാഴ്ച ഓഗസ്റ്റ് 2-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളത്തിലെ അടുത്തൊരു കോമഡി ഫാമിലി എന്റർടൈനർ സിനിമയാണ് അഡിയോസ് അമിഗോ. ആസിഫ് അലി സമീപകാല സിനിമകളിൽ തികച്ചും വ്യത്യസ്ത ലുക്കിലെത്തുന്ന, അതോടൊപ്പം തന്നെ ആസിഫ് അലി സുരാജ് വെഞ്ഞാറമ്മൂട് കൂട്ടുകെട്ടിൽ വരുന്ന അഡിയോസ് അമിഗോയുടെ ട്രെയിലർ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. മലയാളത്തിൽ പ്രതീക്ഷിക്കാവുന്ന അടുത്തൊരു കോമഡി ഫാമിലി എന്റർടൈനർ സിനിമയായിട്ട് ചിത്രം മാറുമെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന. മികച്ച സിനിമയാകട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. നാളെ സൂര്യയുടെ ജന്മദിനം പ്രമാണിച്ച് ഇന്ന് അർദ്ധരാത്രി തന്നെ സൂര്യയുടെ ഒരു സിനിമയുടെ അപ്ഡേറ്റ് പുറത്തു വരികയാണ്. സൂര്യ 44ന്റെ അപ്ഡേറ്റ് ആണ് ഇന്ന് അർദ്ധരാത്രി 12:12 പുറത്തു വരിക. സൂര്യയെ നായകനാക്കി കാർത്തിക് സുബരാജ് സംവിധാനം ചെയ്ത, മലയാളത്തിൽ നിന്നും ജയറാമും ജോജി ജോർജ് എല്ലാം തന്നെ ഭാഗമായ സിനിമ കൂടിയാണ് പൂജ ഹെഗ്ഡെ നായകവേഷത്തിലെത്തുന്ന സൂര്യയുടെ 44ാമത്തെ സിനിമ കൂടിയായ സൂര്യ 44. ചിത്രത്തിന്റെ ടൈറ്റിൽ, ഫസ്റ്റ് ലുക്ക് എല്ലാം തന്നെയാണ് അർദ്ധരാത്രിയോടെ പ്രതീക്ഷിക്കുന്നത്. കങ്കുവയ്ക്ക് മുന്നേ പുറത്തു വരാനിരിക്കുന്ന സൂര്യ 44 അപ്ഡേറ്റിനായിട്ട് കാത്തിരിക്കാം. കഴിഞ്ഞ ദിവസം പ്രേക്ഷകരെ അറിയിച്ചതുപോലെ വിടാമുയർച്ചി എന്ന സിനിമയുടെ അസർബൈജൻ ഷെഡ്യൂൾ ഇപ്പോഴത്തെ പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ്. പാക്കപ്പ് ചിത്രങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. സിനിമയുടെ അവസാനഘട്ട ഒരാഴ്ചത്തെ ചിത്രീകരണം ചെന്നൈയിൽ അതല്ലെങ്കിൽ ഹൈദരാബാദിൽ നടക്കും. ഒരാഴ്ച ചിത്രീകരണത്തോടെ സിനിമ പാക്കപ്പ് ആകും. അജിത് തൃഷ കോംബോ ഒരുമിക്കുന്ന സിനിമ ഈ വർഷം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും. 2018 ഹൊറർ കോമഡി ത്രില്ലർ സിനിമയായിരുന്നല്ലോ സ്ത്രീ. ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ സ്ത്രീ 2 ഈ വരുന്ന ഓഗസ്റ്റ് 15 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. 100 കോടി കളക്ഷൻ നേടിയെടുത്ത സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ ട്രെയിലർ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും സ്ത്രീ രണ്ടാം ഭാഗം ബോക്സ് ഓഫീസിലും മിന്നിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹൊറർ ത്രില്ലർ യൂണിവേഴ്സ് ഹിന്ദി സിനിമകളുടെ ഭാഗമായ സ്ത്രീ 2വിനായിട്ട് കാത്തിരിക്കാം. രാം ചരൺ നായകനെത്തുന്ന ഗെയിം ചേഞ്ചർ ഒരിക്കൽ കൂടി ഡിസംബർ റിലീസ് ആയിരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം സിനിമയുടെ അണിയറ പ്രവർത്തകർ കൺഫേം ചെയ്തിരിക്കുകയാണ്. ശങ്കറിന്റെ അടുത്ത തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമ കൂടിയാണ് ഗെയിം ചേഞ്ചർ. കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കപ്പെട്ട ടൊവിനോ തോമസ് സിനിമയാണല്ലോ നരിവേട്ട. ചിത്രം ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ചിത്രത്തിന്റെ ചിത്രീകരണം ഈ വരുന്ന ജൂലൈ 26 ആരംഭിക്കും. ഈ വർഷം തന്നെ തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണം കുട്ടനാട്, കോട്ടയം, ഒപ്പം തന്നെ വയനാട് എന്നിവിടങ്ങളിലായിരിക്കും നടക്കുക. ഈ ജൂലൈ മാസം ചിത്രീകരണം ആരംഭിക്കപ്പെട്ട മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ GVM സംവിധാനം ചെയ്ത മമ്മൂട്ടി നായകനെത്തുന്ന മമ്മൂട്ടി കമ്പനിയുടെ 6ാമത്തെ സിനിമ. ചിത്രീകരണം 16ാം ദിവസത്തിലേക്ക് കടക്കുന്ന സിനിമയുടെ ചിത്രീകരണം വളരെ വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും ഈ വർഷം ഡിസംബർ മാസം തന്നെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. എറണാകുളത്തും മൂന്നാറിലുമായിട്ടായിരിക്കും സിനിമയുടെ ചിത്രീകരണം ഒരൊറ്റ ഷെഡ്യൂളിൽ പൂർത്തിയാക്കുക. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ വാർത്തകൾ കേട്ടാം.